അങ്ങോട്ട് പൈസ കൊടുത്ത് ബയ്യർ ഉണ്ടാക്കുന്നത് 75% തട്ടിപ്പായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എക്സ്പോർട്ട് ചെയ്യുന്നവരെ ട്രാപ്പിലാക്കാനും പറ്റിക്കാനും കുറേ തട്ടിപ്പ് സംഘങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ, ഒന്നല്ല ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അത് മാത്രമല്ല, എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ച് കൊടുക്കണം. കാരണം ഒരുപാട് ആളുകളുടെ പോകുന്നുണ്ട്. അതിലൊന്നാമത്തെ ഇൻസിഡൻറ്റ് ഇതാണ്. എക്സ്പോർട്ട് ബയ്യേഴ്സിനെ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് ഏജൻസികളുണ്ടാവും. ബയ്യേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് തന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ സാധനം മേടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഏജൻസികൾ വരും. മെയിനായിട്ട് ഈ നോർത്ത് ഇന്ത്യൻ ഏജൻസികളാണ് വരിക. ഇവർ വന്നു കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് ആദ്യം ഇവർ ചെറിയൊരു ഫീസൊക്കെ വെച്ച് ഫിക്സ് ചെയ്യും. അതിനുശേഷം ഇവരൊരു ബയ്യറെ എന്നും പറഞ്ഞ ഒരാളെ കണക്ട് ചെയ്ത് തരും. ചിലപ്പോൾ അത് വിദേശത്തുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ മിക്കപ്പോഴും നേപ്പാളി ആയിരിക്കും. നേപ്പാളിലേക്ക് ഒരു ബയ്യർ എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. കാരണം ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നുള്ളത് നമുക്ക് സംശയം തന്നിരിക്കാനായിട്ട്. എന്നിട്ട് ഈ നേപ്പാൾ ബയ്യർ കേരളത്തിലോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വിസിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എക്സ്പെൻസുകൾ നിങ്ങൾ കൊടുക്കണം എന്ന് പറയും. അങ്ങനെ 60,000 രൂപ കൊടുക്കണം, 1,00,000 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തൊരു ബയ്യറുണ്ട്, അവർ നിങ്ങളുടെ അടുത്തോട്ട് വിസിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ വിസിറ്റിന് വരാനായിട്ട് 1,00,000 രൂപ കൊടുക്കണം, 1,50,000 രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കും. ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്തോട്ട് ആദ്യമായിട്ടൊരു ബയ്യർ വിസിറ്റിന് വരുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും ട്രസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള കമ്പനികളായിരിക്കണം, അല്ലെങ്കിൽ അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള കമ്പനികളായിരിക്കണം. അങ്ങനെയുള്ള കമ്പനികൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണെങ്കിൽ മാത്രം അതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് എടുക്കാം. അല്ലാത്ത പക്ഷം ആ എക്സ്പെൻസുകൾ നിങ്ങൾ എടുക്കാൻ പാടില്ല. അടുത്ത തരം തട്ടിപ്പ് ഇതാണ്. ബയ്യറുമായിട്ടുള്ള സംസാരമൊക്കെ ആയി, ബയ്യർ അങ്ങനെയായി ഇങ്ങനെയായി ഭയങ്കരമായിട്ട് ഓർഡർ ഇടാൻ പോകുന്നത് എന്നുള്ള സെറ്റപ്പിലൊക്കെ നിൽക്കുമ്പോൾ ബയ്യർ പറയും, ഒരു ലൈസൻസ്, ഇന്ന പോലെ ഒരു സർട്ടിഫിക്കേഷൻ, ഒരു ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വേണം 450 രൂപ 500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷൻ്റെ പേര് പറയും. എന്നിട്ട് ഈ ഇടയ്ക്ക് നിലക്കാരായിട്ട് നിന്ന് കളിക്കുന്ന തട്ടിപ്പ് വീരന്മാർ നിങ്ങളോട് പറയും, ആ സർട്ടിഫിക്കേഷൻ ഞങ്ങൾ എടുത്തു തരാം, അതിന് ഏകദേശം ഒരു 45,000 രൂപ വരും, അല്ലെങ്കിൽ 50,000 രൂപ വരും പറഞ്ഞ് ഈ തട്ടിപ്പുകാർ ഈ ഇടയ്ക്ക് നിന്ന് പൈസ അടിച്ചു മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പുകൾ ഈ ഫീൽഡിൽ നടപ്പുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പോയി ചാടരുത്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ പോയി പെടുന്നത് ഈ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം, കുറേ കാലമായിട്ട് അതിൻ്റെ പുറകെ നടന്നിട്ടൊന്നും നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും എക്സ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരെയാണ് ഇവർ ട്രാപ്പ് ചെയ്യുക. മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടംപോലെ പൈസ ഇതുപോലെ ഇവർ പറ്റിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എക്സ്പോർട്ടിൽ ബയ്യേഴ്സിനെ കണക്ട് ചെയ്ത് തരാമെന്ന് പറയുന്നവരെ വിശ്വസിക്കാൻ പോകരുത്. അങ്ങനെയൊന്നൊരു ബയ്യർ ചുമ്മാ വന്ന് കണക്ട് ചെയ്തൊന്നും നടക്കുന്നൊരു ബിസിനസ് അല്ല ഇത്. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് പ്രത്യേകം അത് മനസ്സിലായിട്ടുണ്ടാവും, എത്രത്തോളം ട്രസ്റ്റ് ബയ്യറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നും നമ്മുടെ പ്രൊഫൈൽ എന്തായിരിക്കണമെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ചതിക്കുഴികളിൽ പോയി ചാടരുത്. ഈ വീഡിയോ ഒന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പോർട്ടുമായിട്ട് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അങ്ങോട്ട് പൈസ കൊടുത്ത് ബയ്യർ ഉണ്ടാക്കുന്നത് 75% തട്ടിപ്പായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.